കോൺഗ്രസ് നേതാവ് ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോഴും അതിന് തീരുമാനമായിട്ടില്ല, വരും വരാതിരിക്കും എന്നൊക്കെ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വന്നാൽ നല്ലത്, വന്നില്ലെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ പണം ചിലവാകില്ല എന്ന് പറഞ്ഞായിരുന്നു അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് കായിക മന്ത്രി. പക്ഷേ അതാ 13 ലക്ഷം പോയിട്ടുണ്ട്. നോക്കൂ, ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്താൻ എന്തിനാണ് മന്ത്രി സ്പെയിനിൽ മാഡ്രിഡിൽ പോയതെന്നാണ് അത് ആദ്യമായിട്ട് അറിയേണ്ടത്. അവിടെ പോയിട്ട് ആരുമായിട്ടാണ് മന്ത്രി ചർച്ച നടത്തിയത് പുറത്തു പറയാം. 13 ലക്ഷം രൂപ സർക്കാരിന്റെ ഖജനാവിന് ചെലവാക്കിക്കൊണ്ട് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി സ്പെയിനിൽ പോയിട്ടുണ്ടെങ്കിൽ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച ഉണ്ടെങ്കിൽ അർജന്റീനയിൽ പോകണ്ടേ? അതിനെന്തിനാണ് മാഡ്രിഡിൽ പോയിട്ടുള്ളത്? അവിടെ ആരായിരുന്നു ചർച്ച നടത്താൻ ഉണ്ടായിരുന്നത്? അസോസിയേഷൻകാര് മാഡ്രിഡിലേക്ക് വന്നോ? അപ്പോൾ ഇതിലെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്, ദുരൂഹതയുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ലയണൽ മെസ്സിക്കും അതുപോലെ അർജന്റീനയ്ക്കും കേരളത്തിലുള്ള ആരാധകർ, ഫുട്ബോൾ ആരാധകരുടെ ഒരു സെന്റിമെന്റ്സ് ഈ സർക്കാരിന് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രിതമായ നുണപ്രചരണമായിരുന്നു ഇത് എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പൊ ഇതിന്റെ പേരിൽ വന്നിട്ടുള്ള അവകാശവാദങ്ങൾ നിന്ന് പരിശോധിക്കുക. ഈ 50 കിലോമീറ്റർ ദൂരത്ത് ഇവരെ വെച്ചുകൊണ്ട് ഒരു ഫാൻ ഷോ നടത്തും, അത് 1 കോടി പേർ പങ്കെടുക്കുന്ന പറയുന്നത്. കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടി താഴെയാണ്. അപ്പൊ 3.5 കോടി ജനങ്ങളിൽ നിന്ന് അതിൽ പുരുഷന്മാരെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 1.5 കോടി പുരുഷന്മാരുണ്ടെങ്കിൽ അതിൽ 1 കോടി പേരെങ്കിലും അവിടെ പോയി ഈ മെസ്സിയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ 50 കിലോമീറ്റർ ദൂരത്ത് എന്ന് പറയുമ്പോൾ അത് കണക്കുകളോട് യോജിക്കുന്നതല്ല. മറ്റൊന്ന്, 50 കിലോമീറ്റർ ദൂരത്ത് 1 കോടി പേരെ നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 40 മീറ്റർ പരമാവധി വീതിയുള്ള അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരത്ത് പരമാവധി ആളുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന 40,000 പേരെയാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നാൽ പോലും 40 ലക്ഷം പേരാണ് അവിടെ ഉൾക്കൊള്ളാൻ പോകുന്നത്. അപ്പോൾ കള്ളക്കണക്കുകൾ, പെരുപ്പിച്ച കണക്കുകൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോ നാടിനും നാട്ടുകാർക്കും അത്ര ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചു, പരമാവധി ശ്രമിച്ചു, നടക്കാതെ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. ഇതിപ്പോ മെസ്സി വന്നില്ല എന്നോർത്ത് കേരളത്തിലൊന്നും സംഭവിക്കാൻ പോയില്ല. മെസ്സിയെ ദുബായിൽ പരിപാടി വേൾഡ് കപ്പ് സമയത്ത് ഖത്തറിൽ പോയിട്ടൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. അല്ലാതെയും ആളുകൾ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ടി വിയിൽ കണ്ട് നമുക്ക് നിർവൃതി അടയാമല്ലോ. ഇത് അങ്ങനെ അത്രയ്ക്ക് അത്യന്താപേക്ഷിതമല്ല. നമ്മുടെ പല സ്പോർട്സ് ഹോസ്റ്റലുകളിലൊക്കെ എത്ര പരിമിതികളോടെയാണ് കുട്ടികൾ ജീവിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും വാർത്തകളായി കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇതാ കൊണ്ടുവരുന്നു, വലിയ സംഭവം ഉണ്ടാകുന്നു, കേരളത്തിലെ ഫുട്ബോൾ മുഴുവൻ വലിയ നിലവാരത്തിലേക്ക് ഉയരാൻ പോകുന്നു, അതിനുള്ള വഴിയാകും ഇതെന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊട്ടിഘോഷിച്ച് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് സർക്കാർ. ഇപ്പോൾ സ്പോൺസറിൻ്റെ പണമാണെന്ന് പറഞ്ഞാൽ സർക്കാരും കായികമന്ത്രിയൊക്കെ ആണല്ലോ ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ച് രംഗത്തിറങ്ങിയത്. അതിനകത്ത് അവസാനം പറയുകയാണ് ഇതൊന്നും നടക്കാൻ പോകാത്ത കാര്യമാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നത്. ഇതൊരു പറ്റിക്കലെന്ന് പറയാമോ? ഇപ്പോൾ പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനമാകാൻ ചാവിയുടെ ഒരു മെയിൽ വന്നത് അത് പ്രാങ്ക് ആയിരുന്നു എന്നാണ് പിന്നീട് നമ്മുടെ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞത്. ഇത് അതേപോലെ വല്ല പ്രാങ്ക് സംവിധാനങ്ങളാണോ? അല്ല, നോക്കൂ, ഇതിപ്പം ഈ മെഗാ ഇവന്റുകൾ സംഘടിപ്പിക്കുന്നതിന് പുറകിലെ ലക്ഷ്യം എന്ന് പറയുന്നത് അഴിമതിയാണെന്നുള്ളത് സാമാന്യ യുക്തിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ 200 കോടിയോ 250 കോടിയോ ചിലവാക്കി ഒരു മെഗാ ഇവന്റ് സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതിക്കുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുകയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ വലിയ തോതിൽ അഴിമതി നടത്താൻ വേണ്ടി മെസ്സിയുടെ വരവ് ഇവർ ഒരു ആയുധമാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവര് നോക്കൂ, ഇത് ഇപ്പൊ പറഞ്ഞു വന്ന അവസാനം പറയുന്നത് മെസ്സി വന്നില്ലെങ്കിൽ നഷ്ടം അർജന്റീനയ്ക്കും മെസ്സിക്കുമാണെന്നാണ് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ അതെ, കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ മമ്മൂട്ടി പറയുന്ന ഡയലോഗുണ്ട്, ജോഷി ചതിച്ചാശാനെന്ന്. അപ്പൊ മോഹൻലാലിനെ ജോഷി വിടാത്ത സ്ഥിതിക്ക് പച്ചക്കുളം വാസുവിനെങ്കിലും കൊണ്ടുവന്ന് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് അവരുടെ മനസ്സ് തണുപ്പിക്കണമെന്നാണ് എനിക്ക് കായിക മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, എന്തായാലും വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരണം അറിയിച്ചു.